ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ എസ് എസ് സി സി ജികളുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഓൺഗോയിങ് ആണ്. നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 4th ജൂലൈ ആണ്. ഇപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ ഒട്ടും തന്നെ ലേറ്റ് ആവല്ല്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പം കുറേ ഡൗട്ട്സ് കാണും. അപ്പോൾ അപ്ലൈ ചെയ്യാനത്തെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ആധാർ ഓതൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത്, ആ പ്രോസസ്സ് എന്തൊക്കെയാണ്, സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ ആദ്യത്തെ ഇനീഷ്യൽ തൊട്ട് അവസാനം നമ്മുടെ ആ ഒരു ഫൈനൽ സബ്മിറ്റ് വരെ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് വരെയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ക്വസ്റ്റിനും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കി പോവാം. അപ്ലൈ ചെയ്യാൻ ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എജു ഫെസ്റ്റും സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിലൂടെ. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? ഇനിയുള്ളവർ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് പാരലായിട്ട് അപ്ലൈ ചെയ്യുക. പാരലായിട്ട് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഓരോരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പാരലായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളെ നേരെ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. അപ്പം എസ് എസ് സിയുടെ സീജിയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് 9th ജൂണിനാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരുപാട് വീഡിയോസിൽ ഓൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റഡി പ്ലാൻസ് ആയാലും ശരി, ഫോക്കസിൻ്റെ ഏരിയാസ് ആയാലും ശരി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഒരു 6 മാസം മുമ്പ് തൊട്ട് തന്നെ എക്സാം വരാൻ പോകുന്നതിനെ കുറിച്ചും അതിന്റെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ എക്സാം വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല, അതിന് വളരെ മുമ്പേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ വട്ടത്തെ എക്സാം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് വളരെ നേരത്തെ തൊട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ആ ഒരു അപ്ഡേറ്റ് റിവൈസ്ഡ് കാലണ്ടർ വന്നപ്പം പോലും നമുക്ക് അതിലെന്നാണ് ഡേറ്റ്, ഇനി എത്ര ദിവസമുണ്ട് എന്നുള്ളതടക്കം നമ്മളൊരു ലൈവ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആക്ച്വലി നമ്മുടെ ആ ഒരു റിവൈസ്ഡ് നോട്ടിഫിക്കേഷൻ വന്നത്, റിവൈസ്ഡ് കാലണ്ടർ വന്നത് തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് തന്നെ റിവൈസ്ഡ് കാലണ്ടർ വന്നതിനെക്കുറിച്ചും ഇനി സീസണിൽ എത്ര ദിവസമുണ്ട് ആ കാലണ്ടർ വന്നപ്പം തൊട്ട് എന്നുള്ളതടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4th ജൂലൈ വരെയാണ്. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. ആൻഡ് ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. വേറെ ഒരു രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള ലിങ്കുകളോ സൈറ്റുകളിലോ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമുക്കിപ്പം കറണ്ട് നമുക്ക് വന്നിരിക്കുന്ന ടെൻറ്റേറ്റീവ് വേക്കൻസി എന്ന് പറയുന്നത് 14,582 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ചില പോസ്റ്റുകൾ 27 വയസ്സ് വരെയും ചില പോസ്റ്റ് 30 വയസ്സ് വരെയും ഒരു പോസ്റ്റ് 32 വയസ്സ് വരെയാണ് നമുക്കവിടെ വരുന്നത്. ഈ വർഷം 2 പുതിയ പോസ്റ്റുകൾ കൂടി ഈ വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമിൻ്റെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സും അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ തന്നെ ചാനലുണ്ട്, നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഒരു പേ ലെവൽ 4 തൊട്ട് പേ ലെവൽ 7 വരെയുള്ള പോസ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ബി തൊട്ട് താഴോട്ടുള്ള പോസ്റ്റുകൾ, ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകൾ എന്ന് നമുക്ക് പറയാം, അതാണ് നമ്മുടെ സീജലിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനൊന്നും ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻ കേസ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ, ഓർ ഇനി അടുത്ത വരുന്ന ഫ്യൂച്ചറിലെ സീജിയൽ എക്സാംസിന് വേണ്ടിയോ ഈവൻ CSL MTS പോലത്തെ എക്സാംസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയൊക്കെ തന്നെ നേരെ ചാനലിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. പ്ലേലിസ്റ്റ് എടുത്തിട്ടും അല്ലാതെയും സെർച്ച് ചെയ്തൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ കറന്റ് ആക്റ്റീവ് ആണ്. അല്ല, നമ്മൾ സീജലിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരുപാട് പേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് സീജൽ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ SSCയുടെ ഒരു പഴയ വെബ്സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പുതിയ വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ പുതിയ വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പഴയ വെബ്സൈറ്റിലൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നമ്പറും ഒരു പാസ്വേഡും ഉണ്ടായിരിക്കും. അത് കൊണ്ടുവന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ, പുതിയ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇൻവാലിഡ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളതേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആവില്ല. നിങ്ങൾ പുതിയ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ, പുതിയ സൈറ്റ് വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു വർഷത്തിൽ കൂടുതലായി, പക്ഷേ ആ ഒരു പുതിയ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നവർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണ്, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ആദ്യം ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ആ ഒരു ഇനിഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം സീജലിൻ്റെ എക്സാമിന് വേണ്ടി ഇപ്പം പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നേരത്തെ ആ ഒരു പഴയ സൈറ്റിലെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊണ്ടുപോയി നിങ്ങൾ പുതിയ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നിന്ന് ലോഗിൻ ആകാൻ പറ്റത്തില്ല. അവിടെ അത് തെറ്റാണ് എന്നുള്ളതേ കാണിക്കത്തുള്ളൂ. സോ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ
നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പുതിയ സൈറ്റിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഇയർ സീജലിന്റെ എക്സാംസോ SSCയുടെ ഏതെങ്കിലും എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ SSCയുടെ ആ ഒരു പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു ഫോമിലാണ് ഇരിക്കുന്നത്. പഴയ വെബ്സൈറ്റ് പുതിയ വെബ്സൈറ്റ് രണ്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു പുതിയ വെബ്സൈറ്റ് ഈ ഒരു ഫോമിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പുതിയ വെബ്സൈറ്റ് എന്ന് പറയുന്നെങ്കിലും ഇത് ഓൾറെഡി വന്നിട്ട് ഒരു വർഷമായെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കും. പലരും ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ SSC എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ SSCയിലെ മിക്കവാറും ചിലപ്പോൾ ആദ്യം കാണിക്കുന്ന ലിങ്ക് പഴയ വെബ്സൈറ്റിന്റെ ലിങ്ക് ആയിരിക്കും കാണിക്കുന്നത്. രണ്ടാമത് കാണിക്കുന്ന ലിങ്കാണ് പുതിയ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ന് നമുക്ക് പറയാം. സെർച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മൾ വെറും SSC എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും ആദ്യം കാണിക്കുന്ന പഴയ സൈറ്റിന്റെ ലിങ്ക് ആയിരിക്കും കാണിക്കുന്നത്. സോ നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഫോമിൽ ഇരിക്കുന്നതാണ് നമ്മുടെ SSCയുടെ പുതിയ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു സൈറ്റിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായാലും ശരി രജിസ്റ്റർ ചെയ്യാനായാലും ശരി നിങ്ങൾക്ക് ഇവിടെ മെയിലിൽ കാണാൻ പറ്റും. ലോഗിൻ ഓൾറെഡി ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് ആൻഡ് രജിസ്റ്റർ ആദ്യമായിട്ട് ഈ സൈറ്റിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി. ഇതുവരെ ഈ സൈറ്റിൽ വന്ന് നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി. ഇനി നിങ്ങൾ ഓൾറെഡി ഐഡിയും പാസ്വേഡും ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ സീജൽ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു SSCയുടെ സൈറ്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു SSC എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇവിടെ വന്ന് നിങ്ങൾ ഒരു പുതിയ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓൾറെഡി ഐഡി പാസ്വേഡ് ഉള്ളവർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മേളിൽ ലോഗിൻ നിങ്ങൾ എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു യൂസർ നമ്പർ കാണും. ആ യൂസർ നമ്പർ നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് എന്താണോ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോഡ് നമുക്ക് ഇവിടെ കാണിക്കും. ആ കോഡും കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ തെറ്റാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ലോഗിൻ ചെയ്യുക. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല, നിങ്ങളൊരു പുതിയ യൂസറാണ്, നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ കാണാൻ പറ്റും ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓൾറെഡി ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് അവിടെ ലോഗിൻ ആവും. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആകാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് മേളിൽ ഈ ഒരു ബ്ലാക്ക് ഇവിടെ കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തവർക്ക് ഇവിടെ ഫോട്ടോ ഓൾറെഡി കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ അവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ അതിൽ ഏറ്റവും അവസാനം വന്ന് നമ്മുടെ SSCയുടെ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ കാണാം. അതിൽ SSCയുടെ സ്റ്റെനോഗ്രാഫറിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ കാണാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത ഹിന്ദി ട്രാൻസ്ലേറ്ററും അതേപോലെ തന്നെ നമ്മുടെ SSCയുടെ സെലക്ഷൻ പോസ്റ്റിന്റെ ആ ഒരു അപ്ലൈ ചെയ്യാനുള്ളത് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഡേറ്റ് കഴിയുന്നതിന് മുമ്പാണ് ലോഗിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് താഴെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇല്ലെങ്കിൽ ഓരോന്നിന്റെ ഡേറ്റ് കഴിയുന്നതിനനുസരിച്ച് അത് അവിടെ നിന്ന് മാറും. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന SSCയുടെ CGL എക്സാമിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അവിടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് സ്റ്റാർട്ട് ആയത് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് 4th ആണ്. പേയ്മെന്റ് കൂടി ചേർത്തിട്ടുള്ളത് 5th ആണ്. ഓക്കെ, 4th ആണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള ക്ലിയർലി അറിഞ്ഞിരിക്കുക. പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് 5th. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ എൻഡ് ഓൺ 4th ആണ്. ജൂലൈ 4th ലാസ്റ്റ് ഡേറ്റ്. പേയ്മെന്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5ാം തീയതി കൂടി ആ പേയ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ, നിങ്ങളുടെ ഇനിഷ്യൽ രജിസ്ട്രേഷനിലല്ല, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ചെയ്യുവാണെങ്കിൽ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിൻഡോയും ഓപ്പൺ ചെയ്യും. അതെന്നാണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ജൂലൈ 9 തൊട്ട് ജൂലൈ 11 വരെയാണ് ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട്, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് ഫീസ് ഉള്ളവരായാലും ശരി ഫീസ് ഇല്ലാത്തവരാണെങ്കിലും ശരി എല്ലാവരും തന്നെ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് 200 സംതിങ് ആണ്. ആ ഒരു എമൗണ്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം എന്നല്ല, നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഡേറ്റിന്റെ ഇടയ്ക്കാണ് 2 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും 9 തൊട്ട് 10, 10 തൊട്ട് 11, 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 2 ദിവസത്തിന്റെ അകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിൻഡോ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈവ് എക്സാമിനേഷൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ പഴയ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഈ അപ്ലൈ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്ലൈ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു
ഇൻസ്ട്രക്ഷൻ പേജ് നമുക്ക് അവിടെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ SSC CJET 2025 ആ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിൻലി അവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നമ്മുടെ SSC CJELന്റെ നോട്ടിഫിക്കേഷൻ ക്ലിയർലി വായിച്ചു നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ കെയർഫുള്ളി അപ്ലൈ ചെയ്യണം, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ എന്താ പറയുക, for applying the candidate is not required to have a pre-existing photograph of himself herself. ഓൾറെഡി നേരത്തെയൊക്കെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ സോഫ്റ്റ് കോപ്പി ഒക്കെ നമ്മൾ ഇതേപോലെ എന്താ പറയുക സ്റ്റുഡിയോയിലൊക്കെ പോയി നമ്മൾ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവിടെ ക്ലിയർലി പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഹാവ് പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹിംസെൽഫ് ഹെർസെൽഫ്. എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വെബ് ക്യാം വഴിയോ ഫോൺ വഴിയോ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ സ്റ്റുഡിയോ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ സോഫ്റ്റ് കോപ്പി ഒക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യമേ ഇപ്പം വരുന്നില്ല. അതുകൂടാതെ the application module has been designed to capture a photograph of the candidate filling up the application form. അപ്പോൾ അവിടെ ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന്റെ ഫോട്ടോ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ തന്നെ ഉണ്ട്. സോ ഫോർ ദിസ് പർപ്പസ് ദ കാൻഡിഡേറ്റ് ഹാസ് ടു സ്റ്റാൻഡ് സിറ്റ് ബിഫോർ ദ ക്യാമറ വെൻ പ്രോംപ്റ്റഡ് ബൈ ദി ആപ്ലിക്കേഷൻ മോഡ്യൂൾ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സമയത്ത് നമ്മൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യണം നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ. ആൻഡ് അവിടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പറയും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയും. ഇനി ദ ഫോട്ടോഗ്രാഫ് ക്യാൻ ബി ക്യാപ്ചർഡ് യൂസിങ് എ വെബ് ക്യാം ആൻഡ് സ്മാർട്ട് ഫോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ വെബ് ക്യാം വഴി നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴിയും നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫോട്ടോയുടെ സൈസ് എന്തായിരിക്കണം, അതുപോലെ തന്നെ ആ ഒരു ഡയമെൻഷൻസ് എങ്ങനെ ആയിരിക്കണം ഇൻ സെന്റിമീറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ വേരിയസ് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ UPI ആ സിസ്റ്റം നമ്മൾ എപ്പോഴും ചെയ്യുന്ന UPI പേയ്മെന്റ് ഉണ്ട്, പിന്നെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, നമുക്ക് നമ്മുടെ കാർഡ് വെച്ചൊക്കെ പേ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കത് വായിച്ചു നോക്കിയതിനു ശേഷം താഴെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു നോക്കിയതിനു ശേഷം നമ്മൾ ആ ഫിൽ ഫോം എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സൈഡിൽ നമുക്ക് എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളത് എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ നമുക്ക് അവിടെ സൈഡിൽ കാണാൻ പറ്റും. നമ്മുടെ കാൻഡിഡേറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം ഫിൽ ചെയ്യണം. പക്ഷേ അത് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അതാണ് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇനിഷ്യൽ രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ചെയ്തവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഫിൽ ആയിരിക്കും. നമ്മളായിട്ട് ഫിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് അങ്ങനെ വലുതായിട്ട് ഒന്നും കാണാൻ സാധ്യതയില്ല. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് മാത്രം ചിലപ്പോൾ എന്തെങ്കിലും ഫില്ല് ചെയ്യേണ്ടി വരത്തുള്ളൂ. പേഴ്സണൽ ഡീറ്റെയിൽസ് മോസ്റ്റ്ലി എല്ലാം തന്നെ ഫിൽഡ് ആയിരിക്കും. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ വരുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എക്സാം സെന്ററും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്യാനുള്ളത്. നമുക്ക് അതിനും എല്ലാം ഡ്രോപ്പ് ഡൗൺ മെനു കാണും. നമ്മൾ ജസ്റ്റ് അതിന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മോസ്റ്റ് ഓഫ് ദി കേസിൽ. പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിവ്യൂ നോക്കിയിട്ട് എന്ന് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജൂലൈ 9 ശേഷം നമ്മളൊരു പേയ്മെന്റ് കൂടി അടച്ചുകൊണ്ട് നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാളും നല്ലത് നിങ്ങൾ ആ പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഫോം വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ ഫോം സബ്മിറ്റ് കൊടുക്കും. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് ഓപ്ഷൻ ഉള്ളവർക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോയി പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൽ ഒരു ഔട്ട്ലൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യാനുള്ളത്. ഇതായിരിക്കും നമ്മുടെ തുറന്നു വരുന്ന ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്, നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഡാഷ്ബോർഡിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ പേര് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാദേഴ്സ് നെയിം ഇവിടെ ഫിൽഡ് ആയിരിക്കും, മദേഴ്സ് നെയിം ഫിൽഡ് ആയിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽഡ് ആയിരിക്കും. നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, ഓൾറെഡി എല്ലാം ഫിൽഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇപ്പോൾ ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. ഇനി അതിനുശേഷം അതിൻ്റെ താഴോട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ താഴെ എല്ലാത്തിൻ്റെയും താഴെ സൈഡിലായിട്ട് സേവ് ആൻഡ് നെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സേവ് ആൻഡ് നെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ സൈഡിൽ നമ്മുടെ ആ ഒരു ഇപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ ഇരിക്കുന്ന ആ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് നെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ഓരോ ഡീറ്റെയിൽസും ഒന്ന് ഓൾറെഡി ഫിൽഡ് ആണെങ്കിൽ ചെക്ക് ചെയ്യും,
ഫിൽഡ് അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക പോപ്പപ്പ് പോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ആയി എന്നുള്ളത് കാണിക്കും. അതല്ല എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എറേഴ്സ് അവിടെ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ അത് എറർ പോലെ കാണിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്കത് ഓൾറെഡി എല്ലാം ഫിൽഡ് ആണ്, സേവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു. ഇതാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിലേക്ക് പോകും. നിങ്ങൾ കാണാൻ പറ്റും അവിടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അടുത്തത് ആക്റ്റീവായി. നമ്മുടെ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി, എന്നിട്ട് നമ്മുടെ അടുത്തത് ആക്റ്റീവായി. ഇനി അടുത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അടുത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പോൾ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് വന്നു. ഇനി ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഗ്രാജുവേറ്റ് ആണോ, എന്താ പറയുക നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാണിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് അടുത്തത് ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അഗെയിൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പാസ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അത് ഓൾറെഡി നിങ്ങൾ പാസ്ഡ് ആണ്, സോ നിങ്ങൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ആയിരിക്കണം ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ അവിടെ നിങ്ങൾ പാസ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഡീറ്റെയിൽസ് ഫിൽ ആവും. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ സ്റ്റാറ്റസ്, നമ്മൾ പാസ്ഡ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാം. നമ്മൾ ഏത് വർഷമാണ് പാസ്സായ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ ഡ്രോപ്പ് ഡൗണിലുണ്ട്. നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പാസിംഗ് ഇയർ, അപ്പോൾ ഇത് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇയർ ഒക്കെ കാണിക്കും, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ ഗ്രാജുവേഷൻ, അതിനുശേഷം അടുത്ത നമ്മുടെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഓൾറെഡി പാസ്ഡ് ആണോ എന്താണെന്നുള്ളത്, പിന്നെ ഏത് വർഷമാണ് നമ്മൾ പാസ്സായത് എന്നുള്ളത്, നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മുടെ ഇത് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. നമ്മൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനെല്ലാം ശേഷം പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും താഴോട്ട് വരുമ്പോൾ പിന്നെയും കുറച്ച് ക്വസ്റ്റൻസ് കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാസിംഗ് ഇയർ നമ്മളിവിടെ ഫില്ല് ചെയ്യും. നമ്മൾ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് നമ്മളവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്റ്റേറ്റിലുള്ള ആ ഒരു യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ കോളേജസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ഡേറ്റ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുത്തെ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ താഴോട്ട് ആ ഡ്രോപ്പ് ഡൗണിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് അതും ഫിൽ ആവും. അതിനുശേഷം നമ്മുടെ റോൾ നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ഇവിടെ വരുന്നത്. നമ്മുടെ റോൾ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് കൊടുക്കണം, മിസ്റ്റേക്ക് വരാൻ പാടില്ല, വളരെയധികം ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഡിഗ്രിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് പെർസെൻറ്റേജ് ആണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങളുടെ CGP ആണെങ്കിൽ അത് CGP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതിനെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ പെർസെൻറ്റേജ് ഫില്ല് ചെയ്യുക. അതല്ല നിങ്ങളുടെ CGP ആണെങ്കിൽ നിങ്ങൾ ഇത് ബ്ലാങ്ക് വിട്ടിരുന്നാൽ മതി, ഇത് ഫില്ല് ചെയ്താൽ മാത്രം മതി. അതല്ല നിങ്ങളുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് മാത്രം ഫില്ല് ചെയ്യുക, CGP നിങ്ങൾ ബ്ലാങ്ക് വിട്ടാൽ മതി, നിങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നും വരില്ല. പിന്നെ കാൻഡിഡേറ്റ് ഹു ഡു നോട്ട് ഹാവ് ദർ പെർസെൻറ്റേജ് മെൻഷൻഡ് ഓൺ ദർ മാർക്ക് ഷീറ്റ് ഡ്യൂ ടു COVID-19 or any other reasons for the year 2020 and 2021 can enter NA not applicable എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കോവിഡ് സമയത്ത് പാസ്സായതാണ്, എന്തെങ്കിലും കാണുന്ന പെർസെൻറ്റേജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് NA എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് ക്യാൻ എൻ്റർ NA എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് NA എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങളവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങളുടെ റോൾ നമ്പർ ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല. ബാക്കി കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. കുറച്ച് ഡീറ്റെയിൽസ് നമ്മളായിട്ട് ആ സ്റ്റേറ്റും ഇയർ ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യത വളരെ കുറവാണ്, നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ നമ്മളായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ റോൾ നമ്പർ ആണ്. അപ്പോൾ ആ റോൾ നമ്പർ കറക്റ്റായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ വന്ന് എന്ത് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ആയി എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് കാണിക്കും. നിങ്ങൾ അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകും. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ആദ്യത്തത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യത്തെ അഡീഷണൽ ഇൻഫർമേഷൻ 1 ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എക്സ് സർവീസ് മാൻ ആണോ, നമ്മൾ ഏജ് റിലാക്സേഷൻ എന്താ പറയുക വേണ്ടിയവരാണോ, അത് ആണെങ്കിൽ അതിന് കാരണം എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എക്സ് സർവീസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നോ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഏജ് റിലാക്സേഷൻ നോക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, നോക്കുന്നില്ലാത്തവരാണെങ്കിൽ നോ കൊടുക്കുക. ഇനി നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഓപ്ഷൻസ് മാറുന്നത്. ഇപ്പോൾ നിങ്ങളൊരു എക്സ് സർവീസ് ആണെങ്കിൽ നിങ്ങളിവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ 1-2 എക്സ്ട്രാ ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നോ കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും വരത്തില്ല. പിന്നെ ഏജ് റിലാക്സേഷൻ യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ അവിടെ വരും. അവിടെ നിന്ന് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഏജ് റിലാക്സേഷൻ എടുക്കുന്നത്, ലൈക്ക് നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ
എന്ത് ഇതിന്റെ മേളിലാണ് നിങ്ങൾ അത് എടുക്കുന്നത്, നിങ്ങൾ അത് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. ഇനി നോ കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും നമുക്കവിടെ വരുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്കവിടെ വരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇതുപോലെ എന്താ പറയാ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിംപ്ലി എസ് മാർക്ക് ചെയ്ത് വിടാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സേവ് ആവും. നിങ്ങളുടെ അഡീഷണൽ ഇൻഫർമേഷൻ 1 കംപ്ലീറ്റ് ആയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ 2ലേക്ക് നമ്മൾ പോകും. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ 2ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഓരോന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആക്റ്റീവ് ആവുക. അവിടെയാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നത്, നമ്മുടെ എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും പ്രിഫറൻസ് 1. അതിൽ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരോ സോണിന്റെ പേര് വെച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ KKR എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നായിട്ട് ഇവിടെയും ഇവിടെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതും കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ഉള്ളവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് നോ കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഫിസിക്കൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആ പറയുന്ന ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്, എക്സാം എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. യെസ് ഓർ നോ അത് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സ്ക്രൈബ് വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടി വരാൻ വേണ്ടിയാണ് ആ യെസ് നോയ്ക്ക് കൊടുത്തത്. യെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്തെങ്കിലും എൻ്റർ ചെയ്യാൻ കാണും. പക്ഷെ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ എന്താ പറയുക, നമുക്ക് ഡിസബിലിറ്റി ഒന്നും ഇല്ല എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഓപ്ഷൻസ് ഒക്കെ ഇന്നാക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ഓപ്ഷൻസ് ഒക്കെ ഇന്നാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കറന്റ് പേഴ്സണൽ ലിമിറ്റേഷൻസ് ഉണ്ടോ, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നോയോ യെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഇനിഷ്യൽ രജിസ്ട്രേഷനിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അത് നമുക്ക് ഈ പറയുന്ന പോലെ അത് ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഓൾറെഡി എന്താ പറയാ, നമുക്ക് ഫ്രീസ് ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കും. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയാ ആക്റ്റീവ് ആയിട്ട് കിടക്കും, അല്ലാത്തത് ഫ്രീസ് ആയിട്ട് കിടക്കും. ചിലത് ഫ്രീസ് ആയിട്ട് കിടക്കാനുള്ള റീസൺ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നിങ്ങൾ ഇനിഷ്യൽ രജിസ്ട്രേഷനിൽ അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഡിസബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് ഡിസബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആ ഓപ്ഷൻസ് ഓൾറെഡി എന്തായിരിക്കും, ഇന്നാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് അത് ആക്റ്റീവ് ആവത്തേയില്ല. സോ അത് ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി കൊടുത്തുകൊണ്ടാണ് ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് താഴേക്കുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ യെസോ നോയോ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്ഷൻ എന്താവും, ഫ്രീസ് ആവും. നമ്മൾ നോ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ സ്ക്രൈബിന്റെ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവും. യെസ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. പിന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും എൻ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ JSO എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ JSO എന്നുള്ള പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് എസ് കൊടുക്കാം. ലൈക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എസ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് എസ് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇത് എന്താവും, ഫ്രീസ് ആവും. ഇത് ഫ്രീസ് ആയിട്ട് കിടക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെയും നമുക്ക് വരുമ്പോൾ നിങ്ങളത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 3 എന്നൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ആൻഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആൻഡ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് Tier 1 എക്സാം ക്ലിയർ ആയി കഴിഞ്ഞാൽ Tier 2 നിങ്ങൾക്ക് അഡീഷണൽ പേപ്പേഴ്സ് എഴുതേണ്ടി വരും. ഓൾറെഡി ഉള്ള പേപ്പേഴ്സ് എല്ലാവർക്കും എഴുതണം. അതുകൂടാതെ അഡീഷണൽ പേപ്പർ 2, പേപ്പർ 3 എന്നുള്ള പേപ്പേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്, ഏത് പോസ്റ്റാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച്. നിങ്ങളിപ്പോൾ നോ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും, ഫ്രീസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് യെസ് കൊടുത്ത് നിങ്ങൾക്ക് മുമ്പിലോട്ട് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ഇല്ലാത്തവർ ജസ്റ്റ് നോ കൊടുത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് 2 എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് അഗൈൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒരു വലിയ മേജർ പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വരുന്നത്. കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുള്ള, ചിലപ്പം ചിലവർക്ക് പെട്ടെന്ന് കഴിയും. ചിലരുടെ
പെട്ടെന്ന് ഇപ്പൊ നിങ്ങളുടെ വെബ് ക്യാം ഒക്കെ ഓക്കെ ആണ്, നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ഇഷ്യൂസ് ഒന്നും ഇല്ല, ഓക്കെ ആണ്, നിങ്ങളുടെ ക്യാമറ ഒക്കെ ഓക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പ്രോസസ്സ് കഴിയും. അതല്ല നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ വെബ് ക്യാമിന് പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറസിന് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് അതൊരു കുറച്ച് സമയം എടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ മേ ബി കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഡിപ്പെൻഡ് ചെയ്യും, ചിലരുടെ പെട്ടെന്നാവും, ചിലരുടെ കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മുടെ എന്താ പറയുക, ടുവേർഡ്സ് ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്താനായി. ഇപ്പൊ പെട്ടെന്ന് ഈ കാര്യങ്ങൾ കഴിയും, നമുക്ക് ഒരുപാട് സമയം എടുക്കത്തില്ല അപ്ലൈ ചെയ്യാൻ, നമുക്ക് കുറച്ചെങ്കിലും സമയം പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഇതാണ്. എന്നാൽ ഈ ഒരു ഏരിയ ഇപ്പൊ അത്യാവശ്യം സിമ്പിൾ ആക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോരുത്തരുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് പോലും, പിന്നെ അതേപോലെ തന്നെ അവർ ഇരിക്കുന്ന നെറ്റിന്റെ സ്പീഡ് പോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മാറ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പ്രോസസ്സ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. എന്ത് ഡോക്യുമെന്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്യുമെന്റ്സ് എന്താന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫും പിന്നെ ഒന്ന് നമ്മുടെ സിഗ്നേച്ചറും. അല്ല, സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഫോട്ടോഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫേസ് ഓതന്റിഫിക്കേഷൻ ചെയ്യണം. ആൻഡ് അത് ചെയ്യുന്നത് നമ്മുടെ ആധാർ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പേജ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് സ്കാൻ കാണാൻ പറ്റും. ടു ഡൗൺലോഡ് ദി ആപ്പ് ഫ്രം ദി പ്ലേ സ്റ്റോർ സ്കാൻ ദി ബിലോ QR കോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഫേസ് ഓതന്റിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ആപ്പ് വേണം. അത് നിങ്ങൾ കാണാൻ പറ്റും, ലോഗിൻ ടു മൊബൈൽ ആപ്ലിക്കേഷൻ മൈ SSC. അപ്പൊ നിങ്ങൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ അപ്ലൈ ചെയ്തവര് ഓൾറെഡി മൈ SSC എന്നുള്ള ആപ്പ് നിങ്ങളുടെ ഓൾറെഡി ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പ് നിങ്ങളുടെ കയ്യിലില്ല, ഫോണിലില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിന്റെ QR കോഡ് എടുക്കുക, QR കോഡ് സ്കാനർ എടുക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ക്യാമറ എടുക്കുമ്പോൾ അവിടെ തന്നെ QR കോഡ് സ്കാനർ ഉണ്ടായിരിക്കും. ആ സ്കാനർ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഗൂഗിൾ ലെൻസ് ഉണ്ടായിരിക്കും, അത് എടുത്തിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്യുക. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മൈ SSC എന്നുള്ള ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്കായിരിക്കും നമ്മൾ അവിടെ പോകുന്നത്. ഓൾറെഡി ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ, അതല്ല ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ മിക്കവാറും നമുക്ക് ആ ആപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പം ഓൾറെഡി ഇൻസ്റ്റാൾ അല്ലാത്തവരെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഉള്ളവർക്ക് ജസ്റ്റ് ചുമ്മാ ആ ആപ്പ് എടുത്ത് അങ്ങ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എന്താണ് ഇല്ലാത്തവർ എങ്ങനെയാണ് അതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് ചുമ്മാ ഒന്ന് വായിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ഓതന്റിഫിക്കേഷൻ ചെയ്യണം. അത് പെൻഡിങ് കിടക്കുക. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൈ SSC എന്നുള്ള ആപ്പ് വേണം. അതിന് നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡാഷ്ബോർഡിൽ പോയതിനു ശേഷം മൈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അവിടെ തന്നെ ആ സ്റ്റെപ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. മൈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ കണ്ടിന്യൂ ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആധാർ ഓതന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ആധാർ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഓതന്റിഫിക്കേഷൻ ആണ് നടത്തുന്നത്, ഫേസ് ഓതന്റിഫിക്കേഷൻ ആണ് അവിടെ നടത്തുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വഴി ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മൊത്തം നമ്മുടെ ഫോൺ വഴി എങ്ങനെ ചെയ്യാന്നുള്ളത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ നമ്മുടെ ഫോൺ എടുത്തു, ആ QR കോഡ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ആദ്യമേ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ആദ്യമേ കാണുന്ന പോലെ ആ ഒരു മൈ SSC എന്നുള്ള ആ ഒരു ആപ്പിന്റെ ആ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. അപ്പൊ ആ ഒരു ആപ്പിന്റെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളോട് വരുന്നത്. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതാണ്ട് നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ആയി വരും. നിങ്ങൾ ആ രണ്ടാമത് കാണുന്നതാണ് ആ ആപ്പിന്റെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഉള്ള യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്, UI എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് ഇവിടെ മേളിൽ ലോഗിൻ രജിസ്റ്റർ എന്ന് കിടപ്പുണ്ട്. ആ ഒരു ആപ്പിന്റെ ആ ഒരു യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റർഫേസ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസൾട്ട്സ്, SSC കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ ആ ഒരു ടോൾ ഫ്രീ നമ്പേഴ്സ്, സ്റ്റുഡൻസിന്റെ ടോൾ ഫ്രീ നമ്പേഴ്സ്, ഇമെയിൽ ID അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും കാണുകൂടി SSC കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും. ഇനി അവിടെ ബാക്കി പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ലോഗിൻ അല്ലെങ്കിൽ ആ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ SSCയുടെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ മൂന്നാമത് നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആവും. ഓക്കെ, ആ മൂന്നാമത്തെ നിങ്ങളിപ്പം കാണുന്ന ആ ഇമേജ് പോലത്തെ ലോഗിൻ പേജ് ഓപ്പൺ ആവും. ഇനി ഓപ്പൺ ആയതിനു ശേഷം
നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ SSCയുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത രജിസ്ട്രേഷൻ നമ്പർ നമ്മളത് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് അത് എൻ്റർ ചെയ്ത് ഇവിടെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് നേരത്തെ അടിച്ച പോലെ തന്നെ ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പേജിൽ ലോഗിൻ ആവും. ഇനി ലോഗിൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ് നിങ്ങൾ കാണിച്ചു തരാം. ലോഗിൻ ആയി കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ആധാർ ഓതന്റിഫിക്കേഷൻ ലൈക്ക് നമ്മൾ ആദ്യമേ ആക്ച്വലി ഇപ്പോൾ SSCയിലെ എക്സാംസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ഈ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യണം. അത് ചിലപ്പോൾ ചിലർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വെരിഫൈ ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ടായിരിക്കും. ഇനി ഓൾറെഡി അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് SSCയുടെ സീജിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സായിട്ട് വരുന്നതല്ല. SSCയുടെ ഏത് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിലും SSCയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവരത് കാണിക്കും. ഇതേപോലെ വെരിഫൈ ചെയ്തിട്ടില്ലാത്തവർക്ക്, ഓൾറെഡി ചെയ്തവർക്ക് ആ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ചെയ്തിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ അത് ചെയ്യാം. ജസ്റ്റ് ഒരു 2 OTP വരിക, നമ്മൾ ചുമ്മാ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ പറഞ്ഞ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് OTP ജനറേറ്റ് ആവും. OTP അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് ആവും. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് അവിടെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് OTP കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ OTP നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് വരും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് ആവും. അത് നമുക്ക് ഫ്യൂ സെക്കൻഡ്സ് ഓർ ഫ്യൂ മിനിറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റും, വെരിഫൈ ആധാർ എന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അത് കെയർ ചെയ്യേണ്ട, നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തേക്കുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ SSC സൈറ്റിൽ, പക്ഷേ ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റിൽ എന്ത് കാണിക്കുന്നുണ്ട്, വെരിഫൈ ആധാർ എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പം ഇവിടെ അപ്ഡേറ്റ് ആവാത്തതോ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആപ്പിൽ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാം, നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇനി നമ്മൾ നേരത്തെ വായിച്ച പോലെ ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് താഴെ ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് എക്സാമിനേഷൻ, മൈ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നമ്മുടെ മൈ ആപ്ലിക്കേഷൻ എന്നുള്ള രണ്ടാമത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ആ സർക്കിൾ ചെയ്യുന്ന അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന SSC സീജലിന്റെ ആപ്ലിക്കേഷന്റെ ആ ഒരു സംഭവം ഇവിടെ കാണും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾ ഈ മൂന്നാമത്തെ കാണുന്ന പോലത്തെ പേജ് ഓപ്പൺ ആവും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആധാർ ഓതന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നതും പിന്നെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളതും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ആ ഫേസ് ഓതന്റിഫിക്കേഷൻ പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആധാർ ഫേസ് ഓതന്റിഫിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇതേപോലത്തെ ഒരു എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. ആ എറർ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഓതന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആധാർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. ഒരു ആപ്പ് ചിലപ്പോൾ മിക്കവാറും പേർക്കും, ഇപ്പൊ ഈ വട്ടം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും അല്ല എന്താ പറയുക, ഈ വട്ടം അപ്ലൈ ചെയ്യുന്നവരുടെ ഫോണിൽ മിക്കവാറും ആ ഒരു ആപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓക്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തൊട്ട് പുറകിൽ തന്നെ ഇതേപോലെ ഒരു സംഭവം കാണിക്കുന്നുണ്ടായിരിക്കും, ഫേസ് RD നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ആധാർ ഫേസ് RD ഫ്രം പ്ലേ സ്റ്റോർ എന്നും അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഈ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എങ്ങോട്ട് വീണ്ടും പോകും, നിങ്ങളുടെ ഈ പ്ലേ സ്റ്റോറിൽ ആ ആധാർ ഫേസ് RD ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുക നമ്മുടെ UIA ഐയുടെ തന്നെ സൈറ്റിലേക്ക്, UIADAയുടെ സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ആ ഒരു സൈറ്റിലേക്ക്, ലൈക്ക് അതിന്റെ ആ ഒരു ഒഫീഷ്യൽ ലിങ്ക് എന്താ പറയുക ആപ്പ് തന്നെയാണത്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഈ ആപ്പ് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആപ്പ് ഓപ്പൺ ആയിക്കോളും. നമ്മൾ ആപ്പ് സെർച്ച് ചെയ്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല, ആപ്പ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും അതിന്റെ യൂസർ ഇന്റർഫേസ് ഇരിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു യൂസർ ഇന്റർഫേസ് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ചെക്ക് ബോക്സിൽ ആദ്യമേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് കൊടുക്കണം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആവും. ഈ പേജിൽ നമ്മുടെ ഈ ഒരു നിങ്ങൾ ഈ നടുക്ക് കാണുന്ന സർക്കിൾ ഇല്ലേ, ആ സർക്കിളിലായിരിക്കും നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ആ ഒരു ഫേസ് വരാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും ഫേസ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് ക്ലിയർലി കാണിക്കാൻ ഇതേപോലത്തെ റെഡ് സർക്കിൾ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചോണ്ട്, ഓക്കെ, നിങ്ങളുടെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചോണ്ട് തന്നെ നിങ്ങൾ ആ ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ ഫോണിനെ കറക്റ്റായിട്ട് ഒന്ന് പിടിക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് ആ ഒരു സർക്കിളിൻ്റെ അകത്ത് വരണം. ലൈക്ക് നിങ്ങളുടെ ആ ഒരു ഹെയർ തൊട്ട് നിങ്ങളുടെ ആ ചിന്റെ താഴെ വരെ ഉള്ളത് കറക്റ്റായിട്ട് നിങ്ങളുടെ
ആ ഒരു സർക്കിളിന്റെ അകത്ത് വരണം. നിങ്ങളുടെ ഐസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു സെന്റർ ആയിട്ടൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വരുന്ന സെന്ററിന്റെ കുറച്ച് മേളിലായിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫേസ് മൊത്തത്തിൽ നിങ്ങളുടെ ഇയേഴ്സ് കാണണം. നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സർക്കിളിന്റെ അകത്ത് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ സർക്കിൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഗ്രീൻ കളർ ആവും. ഓക്കെ. അപ്പോൾ നേരത്തെ അത് റെഡ് ആയിരുന്നു. നമ്മുടെ ഫേസ് നോട്ട് ഡിറ്റക്ട് എന്നുള്ള ക്ലിയർലി എഴുതി കാണിക്കുകയും ചെയ്യും. വളരെ കറക്റ്റ് ആയിട്ട് വളരെ സെൻസിറ്റീവ് ആണ് ആപ്പ്. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ആപ്പ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇഷ്യൂസ് ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. നമ്മുടെ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ വേറെ എന്താ പറയാ ക്യാമറാസിന് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ അത്രയും സ്റ്റക്ക് ഒന്നും ആവുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ പിന്നെ ഒരു കാണിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും. അത് എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫേസ് വൺസ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ വന്ന് അത് ഗ്രീൻ കളർ ആവുകയും ചെയ്യും. പ്ലീസ് ബ്ലിങ്ക് ടു ക്യാപ്ചർ. നമ്മൾ അതിൽ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അത് ക്യാപ്ചർ ആവാൻ വേണ്ടി. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഫേസ് പിടിച്ചതിന് ശേഷം നമ്മുടെ കണ്ണ് ജസ്റ്റ് നമ്മുടെ ഐസ് ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്താൽ മാത്രം മതി ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആവും. അത്രയും സെൻസിറ്റീവ് ആണ് ആ ഒരു ആപ്പ്. വളരെ സ്മൂത്ത് ആയിട്ടാണ് ആപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ബ്ലിങ്ക് ചെയ്യുക. ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആവും. അപ്പോൾ ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു ഓട്ടോമാറ്റിക്കലി അത് അടുത്ത പേജിലേക്ക് അങ്ങ് പോകും. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ചെക്ക് ബോക്സ് വരും. നിങ്ങൾ ഈ ഓതന്റിഫിക്കേഷൻ ഫേസ് ഓതന്റിഫിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ അത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആ ഒരു ഫേസ് ഓതന്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രമേ നമുക്ക് അവിടെ വരത്തുള്ളൂ. വേറെ പ്രത്യേകിച്ച് രണ്ടാമത്തെ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ലോഗിന്റെ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. രണ്ടാമത്തെ ആപ്പിൽ നമുക്ക് ഡയറക്റ്റ്ലി അത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഓപ്പൺ ആയി പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ്ലി പോയിക്കോളും. നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുന്ന എങ്ങനെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ വരത്തില്ല രണ്ടാമത്തെ ആപ്പിൽ. ഫസ്റ്റ് ആപ്പിൽ നിങ്ങൾക്കറിയാം SSC ആപ്പിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് ഇനി ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് ഫോൺ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിൽ നമ്മുടെ എന്താ പറയുക സിസ്റ്റത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെബ് ക്യാമ്പ് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാമ്പ് വഴി തന്നെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് സിസ്റ്റം നമ്മുടെ ഫോൺ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സിസ്റ്റം വെച്ച് ചെയ്യുന്നതും പറയാം. ഇനി ഫോൺ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പേജ് അടുത്തേക്ക് വരും. അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളതിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വരും. അവിടെ നിങ്ങൾക്ക് ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ആൻഡ് അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കണം എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. ഇനി എൻഷുർ ദ ക്യാമറ ഈസ് അറ്റ് യുവർ ഐ ലെവൽ. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ ഐ ലെവലിലായിരിക്കണം കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഐ ലെവൽ ബിഫോർ ക്യാപ്ചറിംഗ് ദ ഫോട്ടോ. Position yourself directly in front of the camera and look straight. Ensure that your face is fully inside the red rectangular ഏരിയ. അവിടെ റെക്ടാംഗുലർ ഏരിയ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ് വരുന്നുണ്ടോ. ആക്ച്വലി നമ്മുടെ വെബ്കാം വഴി എടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ നമ്മുടെ ഒരു റെക്ടാംഗുലർ ഏരിയയും നമ്മൾ ഇതേപോലെ ആപ്പ് വഴി എടുക്കുന്ന സമയത്ത് ഒരു സർക്കുലർ ആണ് ആക്ച്വലി വരുന്നത്. അവിടെ റെക്ടാംഗിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം, ഇത് സർക്കിൾ ഫോമിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ വെബ്കാം വഴിയാണ് എടുക്കുന്നത്, ഐ മീൻ നമ്മുടെ സിസ്റ്റത്തിലെ വെബ്കാം വഴിയാണ് എടുക്കുന്നത്, ഈ റെക്ടാംഗുലർ ആയിരിക്കും വരുന്നത്. അതാണ് ഇവിടെ റെക്ടാംഗുലർ ഏരിയ എന്ന് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആ ഒരു നമ്മൾ ഒരുപാട് അടുത്ത് പോയി പിടിക്കല്, ഒരുപാട് ദൂരെയും കൊണ്ടുപോയി പിടിക്കല്, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ, എന്നാൽ ഫേസ് ഒരുപാട് ദൂരെ പോയി നിൽക്കുന്ന രീതിയിലും ആയിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാൻഡിഡേറ്റ് ഈ പറഞ്ഞ ഗ്ലാസസ് വിയർ ചെയ്യാൻ പാടില്ല, മാസ്ക് വിയർ ചെയ്യാൻ പാടില്ല, ക്യാപ്പ് വിയർ ചെയ്യാൻ പാടില്ല, സ്പെക്ടൽസ് ഒന്നും വിയർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ നോ കേസ് ഷുഡ് ദ കാൻഡിഡേറ്റ് ക്യാപ്ചർ ദി ഫോട്ടോഗ്രാഫ് ഓഫ് ഹിസ് ഓർ ഹെർ പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ചിലവരെങ്കിലും എന്ത് ചെയ്യും, ചിലപ്പം സ്വന്തം ഫോട്ടോ എടുക്കുന്നതിന് പകരം ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ഫോട്ടോനെ ക്യാമറയുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലും ചെയ്യാൻ നോക്കില്ല. അങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യും എന്ന് ക്ലിയർലി അവിടെ പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ചുപേരെങ്കിലും അപ്പം പെട്ടെന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൾറെഡി എടുത്ത ഫോട്ടോനെ പിടിച്ച് ക്യാമറ പിടിച്ചിട്ട് അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുക്കല്, അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്ന് ക്ലിയർലി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷം മൊത്തം ഈ ഒരു എന്താ പറയാ ഈ ഒരു ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് നമുക്ക് മിസ്സാവും. പിന്നെ അടുത്ത വർഷം പിന്നെ അത് എഴുതാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഡു നോട്ട് വിയർ ഇയർഫോൺസ് ഓർ എനി ഡിവൈസ് വൈൽ ക്യാപ്ചറിംഗ് ദ ഫോട്ടോ. നമ്മൾ ഒരു രീതിയിലുള്ള ഇയർഫോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വിയർ ചെയ്യാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് നമ്മൾ
ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതേപോലത്തെ ഒരു സർക്കിൾ ഓപ്പൺ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ചെറിയ സർക്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആവും. ഓക്കെ, നേരത്തെ ഓതന്റിഫിക്കേഷനിലാണ് ആ ബ്ലിങ്ക് ചെയ്യുന്ന സംഭവം വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അത് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ആവത്തുള്ളൂ. ഇനി വൺസ് അത് ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മുടെ സിഗ്നേച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള 2 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അത് 10 to 20 KB ഇടയ്ക്കായിരിക്കണം. 2 അതിന്റെ വിഡ്ത്ത് 6 സെന്റിമീറ്ററും അതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആയെന്ന് കാണിക്കും. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചവിടെ വരാം. നിങ്ങളുടെ ആ ഒരു ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലേക്കോ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എന്താ പറയുക, ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ആ റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ലോഗിൻ ചെയ്യാൻ കാണിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോഗിൻ ചെയ്യാൻ കാണിക്കുകയാണെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരത്തില്ല എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് വന്നു. ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഓൾറെഡി നിങ്ങൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം സേവ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് നേരെ ഈ പറഞ്ഞ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഇവിടേക്ക് വരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വീണ്ടും ഒന്നേന്ന് എൻ്റർ ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾ അതോർത്ത് പേടിക്കേ വേണ്ട. ഇനി ഇത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേന് ഈവൻ ദോ നേരത്തെ പറഞ്ഞുള്ള അത് സർക്കിൾ ആണ് കാണിക്കുന്നതിൽ പോലും അപ്ലോഡ് ആയി കഴിയുമ്പോൾ അത് എന്താവും, കറക്റ്റ് ആയിട്ട് റെക്ടാംഗിൾ ഷേപ്പിലേക്ക് അത് തിരിച്ചു വരും. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചുള്ള സർക്കിൾ ആണ് അവിടെ വരുന്നത്. പക്ഷേ അത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്കൊരു റെക്ടാംഗിൾ ഷേപ്പ് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും സക്സസ് ഫോട്ടോ അപ്ലോഡഡ് സക്സസ്ഫുള്ളി. ഓക്കെ, നമ്മളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ സിഗ്നേച്ചർ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ക്യാപ്ചർ ചെയ്യണമെങ്കിൽ വീണ്ടും ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ എടുത്ത് നിങ്ങൾക്ക് ശരിയായില്ല, ആ ഫോട്ടോ നിങ്ങൾക്ക് അവിടെ കാണിക്കും. അപ്പോൾ അതിപ്പോൾ ഹൈഡ് ചെയ്തേക്കുക പ്രൈവസി റീസൺസ്. പക്ഷേ നിങ്ങൾക്കത് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ എടുത്ത ഫോട്ടോ നിങ്ങൾക്കത് ഓക്കെ അല്ല, എന്തെങ്കിലും കാണും കൂടെ ഓക്കെ അല്ലെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. ഒരു കുഴപ്പമില്ല, വീണ്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എത്ര വട്ടം വേണമെങ്കിലും ക്യാപ്ചർ അഗൈൻ കൊടുത്ത് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫോട്ടോയും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് ഫോൺ വഴി ചെയ്യുന്ന പ്രോസസ്സ്. അതല്ല നിങ്ങൾ സിസ്റ്റം വഴി ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു ആധാർ ഫേസ് ഓതന്റിഫിക്കേഷൻ അത് നമ്മൾ ഫോൺ വഴി തന്നെ ചെയ്യണം. അത് സിസ്റ്റം വഴി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വഴി ഒന്നും ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്നുള്ള ഇതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതേപോലെ വെബ് ക്യാം ഓപ്പൺ ആവും. ഓക്കെ, അപ്പം വെബ് ക്യാം ഓപ്പൺ ആകുമ്പോഴത്തേന് ഇതുപോലെ വെബ് ക്യാം ഓപ്പൺ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു റെക്ടാംഗുലർ ബോക്സ് കാണാൻ പറ്റും. ആ റെക്ടാംഗുലർ ബോക്സ് അതിൽ തന്നെ വരുന്നതാണ്. നമ്മുടെ ഫേസ് കറക്റ്റ് ആയിട്ട് ഈ റെക്ടാംഗുലർ ബോക്സിന്റെ നിങ്ങൾ ഈ കാണുന്ന റെക്ടാംഗുലർ ബോക്സിന്റെ അകത്ത് വരുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അലൈൻ ചെയ്ത് വെക്കുക. ലൈറ്റിംഗ് പ്രോപ്പർ ആയിരിക്കണം. അത് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് ഈ പറയുന്ന പോലെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഓക്കെ, വേറെ ഒരുപാട് കളേഴ്സ് ഒന്നും വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല. ഇതിപ്പോൾ റഫായിട്ട് എടുത്തേക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ അല്ലാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഉറപ്പായിട്ട് ഇതുപോലെ ഗ്രീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കളേഴ്സ് ഒന്നും ആയിരിക്കില്ല. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഓക്കെ, അതിന്റെ അത്യാവശ്യം നല്ല ലൈറ്റിംഗിലും ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ബോക്സിന്റെ അകത്ത് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ക്യാപ്ചർ കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ അവിടെ ക്ലിയർലി അത് എഴുതി കാണിക്കും ക്യാപ്ചർ ആയത് കറക്റ്റ് ആണ് എന്നുള്ളത് ക്ലിയർലി കാണിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ചർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സേവ് ക്ലിക്ക് ചെയ്ത് അടുത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്ത കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ഇവിടെ എഴുതിയും കാണിക്കും. അതുകൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോ ഇവിടെ സൈഡിൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് വരികയും ചെയ്യും. അവിടെ കാണിക്കും ആ ഫോട്ടോ വന്നത് അവിടെ ക്ലിയർലി കാണിക്കും. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന അടുത്ത സിഗ്നേച്ചർ അപ്ലോഡിലേക്ക് പോകാം. അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി സിഗ്നേച്ചർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മൾ ആ പറയുന്ന ഷേപ്പ് സൈസിലും പറയുന്ന ഡയമെൻഷൻസിലും പറയുന്ന എന്താ പറയുക ആ ഒരു 10 to 20 KB സൈസിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള സിഗ്നേച്ചറിന് ആ സൈസിലേക്ക് നമ്മൾ എന്താ പറയുക ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എറർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എഴുതി കാണിക്കും. ഒന്ന് ഈ കാണിക്കും നിങ്ങളുടെ സൈസ് ഭയങ്കര ചെറുത് അല്ലെങ്കിൽ സൈസ് ഭയങ്കര വലുതാ ഫോട്ടോയുടെ എന്ന് കാണിക്കും. അല്ലെങ്കിൽ ഡയമെൻഷൻ ശരിയല്ലെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ശരിയല്ലെന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡയമെൻഷൻ ശരിയാക്കുന്ന രീതിയിൽ തന്നെ ആദ്യം ഫോട്ടോനെ റീസൈസ് ചെയ്ത് എടുക്കണം. പിന്നെ സൈസ് ഒരുപാട് ചെറുത് അല്ലെങ്കിൽ വലുതാന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് യൂസ് ചെയ്തിട്ട് ആ സൈറ്റ്സ് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു 6 സെന്റിമീറ്ററും 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ ഒരു വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കറക്റ്റ് ആയിട്ട് ശരിയാവണം. എന്നാൽ അത് മെയിൻ ആയിട്ട് അപ്ലോഡ് ആവത്തുള്ളൂ. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ ഓതന്റിഫിക്കേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ആ ഒരു നമ്മളിപ്പം ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം പ്രിവ്യൂ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിവ്യൂ ഫോം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആ ഡീറ്റെയിൽസ് എല്ലാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ശരിയാണോ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ഇതേപോലെ താഴേക്ക് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താഴെ
സ്ക്രോൾ ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഡിക്ലറേഷനിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഐ എഗ്രി എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു ഇവിടെ കാണിക്കുന്ന കോഡ് കറക്റ്റായിട്ട് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ ഫൈനൽ സബ്മിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ നിങ്ങൾ നോക്കിയതിനു ശേഷം ഡിക്ലറേഷൻ താഴെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സബ്മിറ്റ് ഫോം എന്നുള്ള ഡിക്ലറേഷനൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. ആ ഒരു സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ആൻഡ് ഇവിടുന്ന് നിങ്ങൾ ഇതുകൂടി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതേപോലെ അവിടെ എഴുതി കാണിക്കും ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടന്റ് വെരിഫിക്കേഷൻ പെൻഡിംഗ് എന്ന് എഴുതി കാണിക്കും. പിന്നെ കണ്ടന്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ എന്താ പറയുക, അത് പിന്നെ വെരിഫൈ ചെയ്തതിനു ശേഷമൊക്കെയാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ആൻഡ് ഇനി പേയ്മെന്റ് ചെയ്യേണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം ആർക്കൊക്കെ ആ പേയ്മെന്റ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി വരുന്നവരാണെങ്കിൽ, ജനറൽ കാറ്റഗറി വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, OBC കാറ്റഗറി വരുന്ന ഒരു മെയിൽ കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ പേയ്മെന്റ് വരും. 100 rupees ആണ് പേയ്മെന്റ് വരുന്നത്. അതല്ല നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലോ നിങ്ങൾ SC ST ആ കാറ്റഗറി ഒക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറീസിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പേയ്മെന്റ് ഉള്ളവരാണെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക. എന്നാൽ ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കവിടെ സൈറ്റ് ബിസി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പേയ്മെന്റ് ഫെയിൽ ആവാനോ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ മേക്ക് പേയ്മെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പോപ്പപ്പ് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺലൈൻ പേയ്മെന്റ് 100 രൂപ. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പേയ്മെന്റ് ഗേറ്റ് വേ വേണോ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് ആക്റ്റീവ് ആവും. അത് ഇതേപോലെ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയതിനു ശേഷം പേ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഇതേപോലത്തെ ഒരു പേയ്മെന്റ് പേജിലെത്തും. ഈ പേയ്മെന്റ് പേജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ നെറ്റ് ബാങ്കിങ്, അതല്ല കാർഡ് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ കാർഡ് പേയ്മെന്റ്, അതല്ല സിമ്പിൾ ആയിട്ട് UPI പേയ്മെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ചാർജസ് ഒന്നുമില്ല. UPI പേയ്മെന്റിന് നെറ്റ് ബാങ്കിങ്ങിനും അങ്ങനെ ചാർജസ് ഒന്നുമില്ല. ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലതിന് ചാർജ് ഉണ്ട്, ചിലതിനില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് UPI പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു UPI പേയ്മെന്റ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഡോക്യുമെന്റ്സ് വേറെ ഒന്നുമില്ല. നമ്മളിപ്പം പറഞ്ഞ പോലെ 2 ഡോക്യുമെന്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ. ഫോട്ടോഗ്രാഫ് നമ്മൾ ലൈവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫ് നമ്മുടെ, അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും OBC സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഈ ചെയ്ത പ്രോസസ്സിൽ എങ്ങനെ തന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. സോ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആവശ്യം വരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതേപോലെ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇൻ കേസ് നിങ്ങൾ OBC കാറ്റഗറി അല്ലെങ്കിൽ SC ST കാറ്റഗറി വരുന്നവരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഡോക്യുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടുന്ന് നോക്കാം. പക്ഷെ നമുക്കറിയാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിൽ പോയി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യാൻ പറയും. ഇവിടെ നമ്മൾ റീഫ്രഷ് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യാൻ പറയും. അങ്ങനെ ലോഗിൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എവിടെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ താഴെ നമ്മൾ നേരത്തെ ലൈവ് എക്സാമിനേഷൻ ചെന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പം വീണ്ടും വന്ന് എടുക്കുമ്പോൾ നമ്മൾ ആ മൈ ആപ്ലിക്കേഷനിൽ വരണം. എൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റും CGLന്റെ എക്സാം. അതിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സംഭവം ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണും. ആ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പേജിലേക്ക് വരും, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആ പേജസ് ഒക്കെ ഓപ്പൺ ആവും. നിങ്ങൾ ജസ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നേന്ന് ആദ്യം തൊട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരത്തേ ഇല്ല. ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും ഫിൽഡ് ആയിരിക്കും. നേരത്തെ നിങ്ങൾ സേവ് കൊടുത്താൽ പോയതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി ഫില്ല് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് വീണ്ടും സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ചെന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റം വഴി അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. കുറച്ചെങ്കിലും സമയം എടുക്കുന്നത് നമുക്ക് ആ ഫോട്ടോഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും വളരെ സ്മൂത്ത് ആണ്. നമ്മൾ അത്യാവശ്യം നല്ല ഇന്റർനെറ്റ് ഇതിലാണ് ഇരിക്കുന്നത്, അത്യാവശ്യം നല്ല സ്പീഡിലുള്ള നെറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അതുപോലെ നമ്മുടെ വെബ് ക്യാമ്പോ ഫോണോ നമ്മുടെ കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എങ്കിൽ നമുക്ക് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ വരത്തില്ല. അപ്പം മറക്കണ്ട, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4 ജൂലൈ ആണ്. ഡേറ്റ് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. സോ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യല് ഏറ്റവും കറക്റ്റ് സമയമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജൂലൈ വരെ വെയിറ്റ് ചെയ്യില്ല. ഇവൻ ജൂലൈ 4 അല്ല, ജൂലൈ 1, 2, 3 ചെയ്യാം എന്ന് വെയിറ്റ് ചെയ്യല്. ഈ ജൂൺ മന്ത് ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ
ഐ ഹോപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണ്, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെയാണ്, അടുത്ത വർഷത്തെ ഈ വർഷത്തെ എക്സാം ജസ്റ്റ് എഴുതി നോക്കാം, അടുത്ത വർഷം നല്ലൊരു പ്രിപ്പയർ ചെയ്ത് എഴുതാം എന്നൊക്കെ പ്ലാൻ ഉള്ളവരാണ്, നിങ്ങൾ ഒരു ബാച്ചിലൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഈ ഒരു ബാച്ചസിലൊക്കെ ഓഫർ പ്രൈസസിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ പോകുന്ന ഒരു സമയമാണ്. ജൂൺ മന്ത് നമ്മുടെ എൻ്റെ എജ് ഫെസ്റ്റ് നടക്കുന്ന സമയം കൂടിയാണ്. സോ നിങ്ങൾക്ക് ഓഫർ പ്രൈസസിലും എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്ത് അടുത്ത വർഷം വരായിരിക്കുന്ന, ഈവൻ ഈ വർഷം വരായിരിക്കുന്ന ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ വരായിരിക്കുന്ന എക്സാംസിനൊക്കെ വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് ബാച്ചസിന്റെ കൂടെ ജോയിൻ ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം പാസ്ഔട്ടൊക്കെ ആയവരാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഏതൊക്കെ എക്സാംസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവർക്കും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. സോ ഐ ഹോപ്പ് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ലാസ്റ്റ് മിനിറ്റ് ഉള്ള നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലപോലെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ അപ്ഡേറ്റ്സും എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതുമായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു.